Module 1, Partial Differential Equations. The main topics in this module are formation of partial differential equation, formation of PDE using the method of elimination of arbitrary constants and by the method of eliminating arbitrary functions. Second, solution of partial differential equation. Here we use the method of direct integration, solution of linear partial differential equation of first order using Lagrange's method, solution of non-linear partial differential equation of first order using Chapit's method, and solution of PDE partial differential equation by the method of separation of variables. These are the main topics in our first module. Okay. What is partial differential equation? In our second semester, we already learned about differential equations, ordinary differential equations, its a solution, right? Ordinary differential equation or differential equation means an equation which contains derivatives. Okay. In a similar way, partial differential equation is nothing but an equation which contains partial derivatives. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഇക്വേഷനിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഇക്വേഷന് നമുക്ക് എന്ത് പറയാം? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെ പറയാം. ഓക്കെ. ആൻഡ് വി ക്യാൻ ഡിഫൈൻ ദ പി ഡി ഇ ആസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഷോർട്ട് ഫോമാണ് പി ഡി ഇ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ടെല്ലാം ഈ പി ഡി ഇ എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കുക? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ. സോ look the definition of PDE. A partial differential equation is an equation involving one dependent variable, two or more independent variables, and one or more partial derivatives of the dependent variable with respect to independent variable. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാകും. ദെൻ വൺ ഓർ മോർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടാവും. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അതിനകത്ത് എക്സിസ്റ്റ് ചെയ്താൽ ആ ഇക്വേഷൻ എന്തായി മാറി? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനായി മാറി. റൈറ്റ്. ലുക്ക് സം എക്സാമ്പിൾസ്. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0. Here in this equation, f is the dependent variable and x and y are the independent variables. The partial derivative terms are dou f by dou x and dou f by dou y. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാമ്പിളായി. അടുത്തത് എക്സ് ഇൻറ്റു ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് 2 ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0. ഹിയർ ഇസഡ് ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. താഴേക്ക് നോക്കിയാലും ബാക്കിയുള്ള എക്സാമ്പിൾസിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഇതേപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇവിടെ തേർഡ് ഇക്വേഷനിലാണെങ്കിൽ യു ഈസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. In fourth equation, f is the dependent variable, t and s are the independent variables. Right? Partial derivative terms avade exist ചെയ്യുന്നു. So these are the examples for partial differential equations. Next, order and degree of a PDE. What is the order of a partial differential equation? The order of a PDE is the order of the highest order partial derivative occurring in the equation. അപ്പോൾ ഒരു ഇക്വേഷനകത്തുള്ള ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഓർഡർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഒക്കെ ഇക്വേഷനകത്ത് ഉണ്ടാവാം. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ഏതാണോ, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാണോ അതിൻ്റെ ഓർഡർ തന്നെയായിരിക്കും ഇക്വേഷൻ്റെ ഓർഡർ. അതേപോലെ ഡിഗ്രിയാണ് നമ്മൾ നോക്കണമെങ്കിൽ പി ഡി ഇയുടെ ഡിഗ്രി ആണെങ്കിൽ ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ എത്രയാണോ അതായിരിക്കും ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ പി ഡി ഇയുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡിഗ്രി. അപ്പോൾ നമ്മളുടെ എക്സാമ്പിളിലേക്ക് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് രണ്ട് ഡെറിവേറ്റീവ് ടേംസ് ആണുള്ളത്. ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും രണ്ടും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സിൻ്റെ ഡോ എഫ് ബൈ ഡോ വൈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ്. സോ ദ ഓർഡർ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് ആൾസോ 1. In our second equation, there exists two derivative terms, partial derivative terms.
Both are of order 2 and the highest order is also 2. So the order of the equation or partial differential equation is 2. In third example, there exist two partial derivative terms. First one is dou square u by dou x square and second one is dou u by dou y. Here, the highest order derivative term is dou square u by dou x square. So the order of the equation is 2. In our fourth example, there exist three partial derivative terms: dou cube f by dou t cube, dou square f by dou t dou s, dou square f by dou s square. Highest order derivative term is dou cube f by dou t cube. So the order of this equation is 3. Okay, in a similar way we can define the degree of the equation. ഓക്കെ, പറഞ്ഞു ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ എന്താണോ അതാണ് ഡിഗ്രി. ഫസ്റ്റ് ഇക്വേഷനകത്താണെങ്കിൽ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആണ്. ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ പവർ റേസ് ടു 1 ആണ്. സോ ഡിഗ്രി ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് ആൾസോ 1. സെക്കൻഡ് ഇക്വേഷനകത്ത് ഓർഡർ 2 ആണെങ്കിലും പവർ നോക്കുമ്പോൾ അത് 1 ആണ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ പവർ 1 ആണ്, റേസ് ടു 1. സോ ദ ഡിഗ്രി ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് ആൾസോ 1. In third example, the highest order term is dou square u by dou x square and its power is 5. So the degree of this equation is 5. ആൻഡ് ഫോർത്ത് കേസിലാണെങ്കിൽ ഡെറിവേറ്റീവ്സിൻ്റെ പവർ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഇവിടെ 4 കിടപ്പുണ്ട്, പക്ഷേ അത് ഹയസ്റ്റ് ഓർഡർ ടേം അല്ല, അല്ലേ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ടേം അല്ല. ഇവിടെ ഉണ്ട് ഹയസ്റ്റ് ഓർഡർ ഡോ ക്യൂബ് എഫ് ബൈ ഡോ ടി ക്യൂബ് ആണ്. ഇറ്റ്സ് പവർ ഈസ് 1. സോ ദ ഡിഗ്രി ഈസ് 1. ഓക്കെ, ഫോർത്ത് എക്സാമ്പിളിൽ ഫോർത്ത് ഇക്വേഷൻ്റെയും ഡിഗ്രി 1 ആണ്. അതേപോലെ ഓർഡറും ഡിഗ്രിയും. ഇതിൽ ഡിഗ്രി 1 ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എന്താ പറയുക? ലീനിയർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സം സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ്. If z is a function in both x and y, then we know that there exist two first order partial derivatives, dou z by dou x and dou z by dou y. Here we use the letter P for dou z by dou x and Q for dou z by dou y. And the second order partial derivatives are dou square z by dou x square, dou square z by dou x dou y, dou square z by dou y square. So here we represent the letter or use the letter R for representing dou square z by dou x square, S for dou square z by dou x dou y and T for dou square z by dou y square. ഈ മൊഡ്യൂൾ ഫുള്ള് നമ്മൾ ഈ നൊട്ടേഷൻസ് യൂസ് ചെയ്യാറുണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് പകരം, അല്ലെങ്കിൽ ആ പാർഷ്യൽ ഡെറിവേറ്റീവ് ടൈം ഒരു ഇക്വേഷനകത്ത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഈ ലെറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ അവർ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഫോർമേഷൻ ഓഫ് പി ഡി. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം? എ പി ഡി ഈസ് ഫോംഡ് ബൈ 2 methods, either by the elimination of arbitrary constants or by the elimination of arbitrary function. Method of elimination of arbitrary constants or the method of elimination of arbitrary function. First we have to discuss about the formation of PDE by the method of elimination of arbitrary constants. എങ്ങനെയാണ് ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് PDE ഫോം ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഫോർമേഷനിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇഫ് ദ ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം എഫ് ഓഫ് എക്സ് വൈ സെഡ് എ ബി ഈക്വൽ ടു 0. This relation between x, y and z involving two arbitrary constants a and b. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഈ ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ, 2 ആർബിട്രറി കോൺസ്റ്റൻ്റ് ഉള്ള ഒരു ഇക്വേഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഈ എ ബി ആർബിട്രറി കോൺസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്ത് പി ഡി ഫോം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണം 2 ആണ് എങ്കിൽ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും 2, ആർബിട്രറി കോൺസ്റ്റൻസ് 2 ആണ് എങ്കിൽ നമ്മളുടെ ഫോം ചെയ്യുന്ന പി ഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം തരുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ തരുന്ന ആ ഒരു എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തുക.
അപ്പോൾ എക്സിലും വൈയിലും പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡോ എഫ് ബൈ ഡോ എക്സ് എന്നൊരു ടേം ഉണ്ടാവും. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ എന്നൊരു ടേം ഉണ്ടാവും. സോ ഈ 3 ഇക്വേഷൻസും കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും, എലിമിനേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. എങ്ങനെയായാലും 3 ഇക്വേഷൻസും കൂടി യൂസ് ചെയ്ത് എ ബി എന്നീ ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഓർക്കേണ്ട ഒരു റിസൾട്ട് ഇതാണ്. ഇഫ് ദ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ടു ബി എലിമിനേറ്റഡ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ വിൽ ഗിവ് എ പി ഡി ഇ ഓഫ് ഫസ്റ്റ് ഓർഡർ. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ പി ഡി ഇ എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്യുന്ന പി ഡി ഇ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. If the number of arbitrary constants to be eliminated is greater than the number of independent variables, നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണത്തേക്കാൾ കൂടിയാൽ നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന നമ്മൾ ഫോം ചെയ്യുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഹയർ ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ക്ലിയർ? അപ്പോൾ മനസ്സിലോർക്കേണ്ട കാര്യം, കിട്ടുന്ന ഇക്വേഷനകത്ത് നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യുക? ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണം ചെക്ക് ചെയ്യുക, നമ്പർ ഓഫ് വേരിയബിൾസ് ചെക്ക് ചെയ്യുക. ഇവ സെയിം ആണ് എങ്കിൽ കിട്ടുന്നത് ഫസ്റ്റ് ഓർഡർ പി ഡി എ ആയിരിക്കും. Then if the number of variables or the number of arbitrary constants is greater than the number of variables, independent variables, then the resultant PDE must be of higher order. Right? പിന്നെ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോകാം. First question, form a PDE by eliminating arbitrary constants from the following equation. Z equal to ax plus by plus a square plus b square. Equation is Z equal to ax plus by plus a square plus b square. Here, number of arbitrary constants or number of ആർബിട്രറി കോൺസ്റ്റൻസ്. ഏതൊക്കെ ആർബിട്രറി കോൺസ്റ്റൻസ്? എയും ബിയും അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ഈസ് 2 ആൻഡ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഈക്വൽ ടു, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സും വൈയും ഈക്വൽ ടു 2. Therefore, the PDE must be of order 1. The order of the PDE. Order of the PDE is 1. Or നമുക്കൊരു ഫസ്റ്റ് ഓർഡർ പി ഡി ഇ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ പി ഡി ഇ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ പി ഡി ഇ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് കൊടുത്തു? ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ദെൻ ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ 1. ഡിഫറൻഷിയേറ്റ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. ഓക്കെ, പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. സോ with respect to x differentiate ചെയ്യുമ്പോൾ keep y as a constant and if with respect to y ലാണ് differentiate ചെയ്യണമെങ്കിൽ x നെ constant ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇക്വേഷൻ 1 ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ലെഫ്റ്റ് സൈഡ് z is a function in both x and y, so the derivative is dou z by dou x, right? And റൈറ്റ് സൈഡിൽ നോക്കുക, ഫസ്റ്റ് ടൈം ഡെറിവേറ്റീവ് എക്സിലാകുമ്പോൾ എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് 1, സോ എ ഇൻറ്റു 1 പ്ലസ് ഓൾ അതർ ടേംസ്, അതിലെല്ലാം എന്തില്ല? എക്സ് എന്ന വേരിയബിൾ ഇല്ല, സോ ഓൾ അതർ ടേംസ് ആർ കോൺസ്റ്റൻറ്റ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ എക്സ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ എന്താ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ എ ഇൻറ്റു 1 പ്ലസ് 0. Therefore, dou z by dou x equal to a എന്ന് കിട്ടും. ഇപ്പോൾ dou z by dou x ന് കൊടുക്കുന്ന നോട്ടേഷൻ എന്താ? p എന്നാണ് അല്ലേ. അപ്പോൾ p equal to a. So this is our second equation, right? Second equation. Again, differentiate with respect to y, we get dou z by dou y equal to equation number 1 നെ with respect to y ൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ with respect to y ൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ റിസൾട്ട് 0. Second term by, so b into derivative of y is 1 plus all other terms are constant, so 0. So dou z by dou y equal to b, and we know that dou z by dou y നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നൊട്ടേഷൻ q ആണ്, so q equal to b. So this is our third equation. Then
Using equation 1, 2 and 3, we can eliminate this arbitrary constants A and B. Here, eliminate arbitrary constants A and B using 1, 2 and 3. Equation number 1, 2 and 3. നോക്കുക, ഇക്വേഷൻ 2ൽ നിന്ന് ഡയറക്റ്റ് എയുടെ വാല്യൂ നമുക്ക് കിട്ടുകയാണ്. എ ഈക്വൽ ടു പി. പി ഈസ് ദ partial derivative dou z by dou x, and from equation 2 b equal to q, or q is the partial derivative dou z by dou y. So substitute these two values in equation 1. Equation 1 implies z equal to px plus qy plus p square plus q square. This is our required partial differential equation. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പിയിലും ക്യൂയിലും ഒക്കെ ഉള്ള ഇക്വേഷൻ ആയിരിക്കും. ആരാ ഈ പി എന്ന് പറയുന്നത്? ഇസഡ് ഈക്വൽ ടു പി എന്ന് വെച്ചാൽ ആരാണ്? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് പ്ലസ് ക്യൂ ആരാണ്? ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ്. സോ വൈ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ വൈ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ നോക്കി, ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണല്ലേ. സോ വിച്ച് ഈസ് ദ റിക്വേർഡ് പി ഡി. ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണവും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണവും സെയിം ആണെങ്കിൽ കിട്ടുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. തന്നിരിക്കുന്ന ഇക്വേഷനകത്തുള്ള ആർബിട്രറി കോൺസ്റ്റൻറ്റിൻ്റെ എണ്ണവും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണവും നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണവും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണവും സെയിം ആണ് എങ്കിൽ ഫസ്റ്റ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് എക്സിലും വൈയിലും പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തുക മാത്രം ചെയ്താൽ മതി. അങ്ങനെ കിട്ടുന്ന രണ്ട് ഇക്വേഷനും ആ ഫസ്റ്റ് ഇക്വേഷനും കൂടി ചേർന്ന് ആ 3 ഇക്വേഷനിൽ നിന്ന് എയും ബിയും എലിമിനേറ്റ് ചെയ്യുക. അത് ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഡയറക്റ്റ് എലിമിനേഷൻ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് ഡയറക്റ്റ് കിട്ടി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ 3 ഇക്വേഷന് ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സബ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഏതെങ്കിലും ഒരു രീതിയിൽ ഈ 3 ഇക്വേഷൻ്റെ ഹെൽപ്പോടുകൂടി എന്ത് ചെയ്യുക? എയും ബിയും എലിമിനേറ്റ് ചെയ്ത് പി ഡി ഫോം ചെയ്യുക. ഓർക്കുക, ഫസ്റ്റ് ഓർഡർ പി ഡി കിട്ടുന്ന സിറ്റുവേഷൻ ഏതാണ്? ആർബിട്രറി കോൺസ്റ്റൻസും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും സെയിം ആണ് എങ്കിൽ, നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസും നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും സെയിം ആണെങ്കിൽ ഫസ്റ്റ് ഓർഡർ പി ഡി കിട്ടും. ദെൻ ആർബിട്രറി കോൺസ്റ്റൻസിൻ്റെ എണ്ണം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലായാൽ ഹയർ ഓർഡർ പി ഡി. അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ഹയർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടാൽ മതി. ഈ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലെല്ലാം ഫസ്റ്റ് ഓർഡർ പി ഡി മാത്രം നമുക്ക് റിസൾട്ടായിട്ട് കിട്ടും. Another question is, form a PD by eliminating arbitrary constants from x minus a the whole square plus y minus b the whole square equal to z. Here, the number of arbitrary constant is 2, right? And the number of independent variables is also 2. So, the resultant PD must be of first order. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നമ്മളുടെ പി ഡിയുടെ ഓർഡറാണ്. നമുക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓർഡർ ആണോ ഹയർ ഓർഡർ ആണോ എന്ന് മാത്രം ഒന്ന് തിരിച്ചറിയുക. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ 3 ഇക്വേഷൻസ് മാത്രമാണ് ഫോം ചെയ്യാനുള്ളത്. ഒന്ന് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus b the whole square equal to z. Take this as first equation and differentiate this equation with respect to x and y. പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തുക വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും. എന്നിട്ട് ആ 3 ഇക്വേഷൻസും കൂടി യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? കോൺസ്റ്റൻസ് ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് ചിലപ്പോൾ ഇപ്പോൾ തൊട്ട് മുന്നേ കിട്ടിയ പോലെ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി അത് എലിമിനേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റണമെന്നില്ല. എങ്ങനെയായാലും ആ 3 ഇക്വേഷനും കൂടി യൂസ് ചെയ്തിട്ട് എയും ബിയും അല്ലെങ്കിൽ എന്താണോ അവിടുത്തെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് അത് എലിമിനേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം. ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 1 partially with respect to x. Keep y as a constant. പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ നമുക്കറിയാം എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ വൈയെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള വേരിയബിൾസ് എല്ലാം എക്സ് ഒഴികെയുള്ള എല്ലാ വേരിയബിളിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താണ് ഡിഫറൻസിയേഷൻ നടത്തുക. സോ ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ, ഡെറിവേറ്റീവ് ഈസ് 2 into x minus a. Then derivative of second term, it is 0.
and right side z is the function, z is a function of both x and y. So the derivative is dou z by dou x. Okay, with respect to x ൽ differentiate ചെയ്താൽ dou z by dou x. Then 2 into x minus a equal to p. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ പി എന്നാണ്. ആൻഡ് ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് എക്സ് മൈനസ് എ ആസ് പി ബൈ ടു. അപ്പോൾ ഇവിടെ ഞാൻ ഒരിക്കലും എയുടെ വാല്യൂ ഡയറക്റ്റ് കാണുകയല്ല, എ ഉള്ളൊരു എക്സ്പ്രഷൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുകയാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എക്സ് മൈനസ് എക്ക് മൊത്തത്തിൽ എന്താ എടുക്കാം, പി ബൈ ടു എന്ന് കൊടുക്കാം. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. ഡിഫറൻഷിയേറ്റ് 1 partially with respect to y. Keeping x as a constant. അത് അണ്ടർസ്റ്റുഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്തതുപോലെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ, ഡെറിവേറ്റീവ് 0, ആൻഡ് ഇൻ സെക്കൻഡ് ടൈം ദ ഡെറിവേറ്റീവ് ഈസ് 2 into y minus b, and right side derivative is dou z by dou y, right? Then what about dou z by dou y? The notation dou z by dou y is q, right? So our y minus b is q by 2. ഈ 2 അങ്ങ് റൈറ്റ് സൈഡ് പോരുന്നു. So let it be equation number 3. Then from eliminate a and b, eliminate the arbitrary constants a and b using equation 1, 2 and 3. Eliminate the arbitrary constants a and b using equation 1, 2 and 3. Okay, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ് മൈനസ് എയുടെയും വൈ മൈനസ് ബിയുടെയും വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. Therefore equation 1 implies x minus a equal to x minus a the whole square, so p by 2 the whole square, plus y minus b the whole square, it is q by 2 the whole square, equal to z, right? Or p square by 4 plus q square by 4 equal to z, which gives p square plus q square equal to 4z, right? This is our required partial differential equation, which is the required partial differential equation. ഇവിടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ പിയിലും ക്യൂയിലും ഒക്കെ കിടക്കുമ്പോൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, പി സ്ക്വയർ എന്ന് വെച്ചാൽ ആരാ, ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4z. Okay. So another question is, form a PDE by eliminating a, b and c from x square by a square plus y square by b square plus z square by c square equal to 1. Here the number of arbitrary variables is 3 and number of independent variables. വേരിയബിൾസ് 3 എണ്ണം കാണാം നിങ്ങൾക്ക്, പക്ഷേ ഇസഡ് എക്സിലിൻ്റെയും വൈയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് 2, right? So number of independent variables 2, number of arbitrary constants 3, then the PDE is of higher order, right? PDE നമുക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റ് PDE എന്ന് പറയുന്നത് ഹയർ ഓർഡർ PDE ആയിരിക്കും. അതിന് ആദ്യം നമുക്ക് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു പിയിൽ അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്താം. നമ്മുടെ ഫസ്റ്റ് 3 ഇക്വേഷൻസ് വരെ ഫോം ചെയ്യാം. എന്നിട്ട് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് RST ഇവയിലേക്ക് പോകാം. ഒന്നുകിൽ ഈ 5-6 ഇക്വേഷൻസ് യൂസ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാം, അല്ല എങ്കിൽ നമുക്ക് 6 ഇക്വേഷൻ്റെയും ആവശ്യം വരുന്നില്ല. അതിന് മുന്നേ തന്നെ പലപ്പോഴും ഡെറിവേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ആയി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ചില പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ മാത്രം ഈ 6 പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അതായത് ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറഞ്ഞ പോലെ ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് നോക്കാം. Take this equation as equation number 1, x squared by a square plus y squared by b square plus z squared by c square equal to 1. Let it be equation number 1. നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയർ തന്നെയാണ്. ഡിഫറൻഷിയേറ്റ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷിയേറ്റ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. കീപ്പിംഗ് or treating
y as a constant with respect to x. Then the result is x squared by a squared derivative എന്തായിരിക്കും? x squared derivative is 2x, so 2x by a square. Second term x term ഇല്ല, derivative is 0. Third term z square, z is a function of both x and y, so the derivative of z square is 2z into dou z by dou x, right? ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു സി സ്ക്വയർ കിടപ്പുണ്ട്, കോൺസ്റ്റൻ്റ്, സോ സി സ്ക്വയർ അവിടെ തന്നെയുണ്ട്. റൈറ്റ് സൈഡ് എന്താണ്? 1 എന്നാണ്, ഡെറിവേറ്റീവ് അപ്പോൾ 0 ആയിരിക്കും. ശരിയല്ലേ? കോൺസ്റ്റൻ്റ് ടേമാണ്, ഡെറിവേറ്റീവ് 0. നൗ 2x, ഇപ്പോൾ തൽക്കാലം ഞാനിതിന് പി എന്ന് കൊടുക്കുന്നില്ല, കാരണം ഇനിയും എനിക്കിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഡിഫറൻഷ്യേറ്റ് 1 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ, ഞാൻ ഒരുമിച്ച് അങ്ങ് എഴുതുകയാണേ. അങ്ങനെയാണെങ്കിൽ അടുത്ത വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 2y by b square, 2y by b square. ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് 0, സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് 2y by b square and 2z into dou z by dou y by c square equal to 0. Let it be equation number 3. ശരിയല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? വിത്ത് റെസ്പെക്ട് ടു എക്സിലും വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോഴവിടെ വീണ്ടും ആർബിട്രറി കോൺസ്റ്റൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഓരോ ആർബിട്രറി കോൺസ്റ്റൻസ് ഇവിടെ ഈ രണ്ട് ഇക്വേഷനിലും ആബ്സെൻ്റ് ആണ്, അപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി ഇതിൽ ഞാൻ സെക്കൻഡ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എനിക്ക് എവിടേക്ക് പോകാൻ പറ്റും? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയറിലേക്ക് പോകാൻ പറ്റും അല്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ നിന്ന് ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് 2 by a സ്ക്വയർ വരും. ദെൻ ഈ ടേമിൽ വീണ്ടും പ്രോഡക്റ്റ് റൂളൊക്കെ യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും അവിടെ സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഈ സെക്കൻഡ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിലോ ഈ ടേം അങ്ങ് എലിമിനേറ്റ് ആവും. ശരിയല്ലേ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 വരും, ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റിലേക്ക് അത് ചുരുങ്ങും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. ഡിഫറൻഷ്യേറ്റ് ഇക്വേഷൻ 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എങ്ങനെയാണെങ്കിലും എക്സിൽ വൈയിൽ ഇസഡിൽ നമുക്ക് ഹയർ ഓർഡർ, അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടിട്ട് എലിമിനേറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യേറ്റ് 2 പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ. സോ ദ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടൈം ഈസ് 0, റൈറ്റ്? ദെൻ സെക്കൻഡ് ടൈം ഓൾറെഡി 0 ആണ്. തേർഡ് ടൈമിൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 2 by c സ്ക്വയർ, അത് പുറത്തേക്ക് എഴുതി. ഡോ ബൈ ഡോ വൈ ഓഫ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് ദിസ് ഈക്വൽ ടു 0. ദെൻ 2 by c സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ്. പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇസഡ്, സെക്കൻഡ് ഫംഗ്ഷൻ ഡോ ഇസഡ് ബൈ ഡോ എക്സ്. Then what about the derivative? First into derivative of second. Dou by dou y of dou z by dou x. എന്താ കിട്ടുക? ഡോ സ്ക്വയർ z by dou y dou x. Right? Plus second term dou z by dou x into dou z by dou y. Okay? ഇത്രയും വരില്ലേ? Yes. This equal to 0. സോ ഇവിടെ നമ്മുടെ നൊട്ടേഷനൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ 2 by c സ്ക്വയർ ഇൻറ്റു ഇസഡ് ഇൻറ്റു വാട്ട് ഈസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ്. ദ ടൈം ഈസ് എസ്, റൈറ്റ്? നമ്മൾ ഈ ടൈമിനെ അല്ലെങ്കിൽ ഈ ഡെറിവേറ്റീവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എസ് എന്നാണ്. പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈസ് പി, ഡോ ഇസഡ് ബൈ ഡോ വൈ ഈസ് ക്യൂ. സോ പി ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ സി ഇതിൽ 2 അല്ല, ദെൻ സി 0 ആവോ? സി 0 ആയാൽ ഈ എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്ത് ഇസഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ എന്നാണ്, ആ ടേം എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നിന്ന് 0 ആകാൻ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ടേം 0 ആയേ പറ്റൂ. ഒന്നുകിൽ ഈ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഈ സെക്കൻഡ് ടേം. അപ്പോൾ ഇവിടെ ഇനി 0 ആവാൻ പോസിബിലിറ്റി ഉള്ളതാർക്കാം? ഇസഡ് എസ് ഇൻറ്റു പി ക്യൂ ഈക്വൽ ടു 0. സോ നോക്കി, ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? ഇസഡ് എന്ന് എസ് എന്ന് വെച്ചാൽ എന്താണ്? ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ്. പി ആരാ? ഡോ ഇസഡ് ബൈ ഡോ എക്സ്. ക്യൂ ഡോ ഇസഡ് ബൈ ഡോ വൈ. സോ ഓർഡർ എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ് അല്ലേ? അതിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ആണ് ഇക്വേഷൻ്റെ ഓർഡർ, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ടേം. സോ നമ്മൾക്ക് ഒരു
പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. നമുക്ക് കിട്ടേണ്ട പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. ZS + PQ = 0. ആൻഡ് വൺ മോർ കേസ്. ഇതേപോലെ ഫസ്റ്റ് ഓർഡർ PDE ആണെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും, കിട്ടുന്നത് ഒരു ഇക്വേഷൻ തന്നെയായിരിക്കും. പക്ഷേ ഹയർ ഓർഡർ PDE ആകുമ്പോൾ അത് ആ യുണീക്നെസ് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അത് ഒന്നിലധികം PDEs എക്സിസ്റ്റ് ചെയ്യാം. അവിടുന്ന് നമുക്ക് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനായി ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ.